സോഷ്യൽ മീഡിയയുടെ ചില കമൻസ് പോലും സിനിമയിലൊരു വലിയ സീനിൽ അവസാനിക്കുന്ന ഒരു കോമഡി പീസിനെക്കാട്ടും രസകരമായിരിക്കും. ഇത്തരം കോമഡികളുടെ ടൈമിംഗ് അല്ലെങ്കിൽ ഇത്തരം കോമഡികളുടെ വേർത്ത് കാരണം സിനിമയിൽ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ കോമഡി എഴുതുമ്പോൾ അല്ലെങ്കിൽ സർക്കാസം ഒരു സീനിൽ കൊണ്ടുവരുമ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ടോ? അല്ല, അത് ബുദ്ധിമുട്ടിൻ്റെ ഒരു വിഷയം അതിനകത്തില്ല. നമ്മളൊരു 2 മണിക്കൂർ സിനിമ പറയുമ്പോൾ നമ്മൾ ആ കഥയാണ് പറയുന്നത്. നമ്മൾ ആ കഥ പറഞ്ഞാൽ മതി. ആ കഥയിൽ സ്വാഭാവികമായ തമാശകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ തമാശ നമുക്ക് സ്ക്രീനിൽ വർക്കാവുള്ളൂ. നമ്മളൊരു തമാശ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു തമാശ കുത്തിക്കയറ്റാം എന്ന് കരുതിയിട്ട് ആ സിറ്റുവേഷന് മാച്ച് ആവാത്ത, ആ സിറ്റുവേഷനിൽ ആപ്റ്റല്ലാത്ത ഒരു തമാശ കയറ്റാൻ നോക്കിയാൽ അത് ഡിസാസ്റ്ററാണ്, അത് ട്രാജഡി, ചളിയായി പോകും. റീൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പർട്ടിക്കുലർ സാധനമാണ് അവൻ അടിക്കുന്നത്. അവൻ അത് മാത്രം അടിച്ചാൽ മതി. ഇപ്പം എനിക്കൊരു തമാശ കിട്ടി, ഞാൻ ആ തമാശ മാത്രം പറഞ്ഞാൽ ആ റീലായി. എനിക്ക് പറയേണ്ടത് 2 മണിക്കൂർ സിനിമയാണ്. ആ സിനിമയിൽ ഇപ്പോൾ ഷാഫി സാറൊക്കെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, ആ 1 ലൈൻ കഥയിൽ തന്നെ തമാശ ഉണ്ടാവും. നമ്മൾ ആലോചിക്കുന്ന സിനിമയുടെ 1 ലൈൻ കഥയുണ്ടല്ലോ, ഒരു സെൻറ്റൻസ് കഥയുണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് തമാശ തോന്നാം. അപ്പോൾ അതിൽ നമുക്ക് തമാശ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കുന്ന അത് പൊക്രാനിൽ പൊട്ടിക്കണോ അതോ ഭൂട്ടാനിൽ പൊട്ടിക്കണോ എന്നൊക്കെ ആലോചിക്കുന്ന കഥ ആലോചിക്കുകയും അതിനകത്ത് തമാശ കൊണ്ടുവരികയും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പാളിപ്പോവും. പക്ഷേ 2000 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്ക് ഒരു ആൺകുട്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന തമാശകളുണ്ടല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.